ഈ ഒരു മൊഡാൾ സിൽക്ക് ക്ലോത്ത് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് ഇതുകൊണ്ടൊരു കഫ്താൻ ഡിസൈൻ ചെയ്യണമെന്ന്. അതിൽക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് ലോങ് വി നെക്ക് പാറ്റേണും കൂടി വന്നപ്പോൾ ഡ്രസ്സ് വേറെ ലെവലായിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ക്യാൻവാസ് പേപ്പർ എടുത്ത് രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 17 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 പോയിൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ശേഷം ആ ഒരു ലൈനിൽ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈനും കൂടി വരയ്ക്കുക. ഈ ഒരു ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഡിസൈൻ അയൺ ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. സൈഡ് ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ എളുപ്പമാവും. ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഈ ക്യാൻവാസ് പീസ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ എക്സസ് ആയിട്ട് വരുന്ന ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്ക് വിഡ്ത്തിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ വീതിയുള്ള ഒരു പീസും കൂടെ ക്യാൻവാസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ബേജ് കളറിലേക്ക് ഈ വയലറ്റ് കോമ്പിനേഷൻ അടിപൊളിയാണ്. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി ഈ ഒരു ക്യാൻവാസ് പീസിന് മുകളിലാണ് നമ്മുടെ ഒറിജിനൽ നെക്ക് വരുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചായിരുന്നു. ആ ഒരു വിഡ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ 2 ലൈന് താഴോട്ട് വരച്ചെടുക്കുക. ആ താഴെയുള്ള ലൈന് അതിൻ്റെ സെൻറ്ററിലാണ്, ക്യാൻവാസ് പീസിൻ്റെ സെൻറ്ററിലാണ് വരുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ഇനി താഴെയുള്ള ലൈനിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് മുകളിലും അതേ അളവിൽ താഴേക്ക് ഇങ്ങനെ ലൈന് വരച്ചെടുക്കുക. ഇനി മെഷീനിൽ സെലക്ടർ എയിൽ വെക്കുക, ലെങ്ത്ത് SS-ലും വെക്കുക. ബോബിനിലെ ആങ്കർ ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ലൈൻസ് ഉണ്ടല്ലോ, അതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബോട്ടം പാർട്ടിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് 2 ലൈൻ വരക്കണം. ഈ 2 ലൈൻ കഴിഞ്ഞാൽ പിന്നെ 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച മെയിൻ ക്ലോത്ത് ഈ ഒരു ഡിസൈൻ ചെയ്ത പീസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നോർമൽ നെക്ക് ചെയ്യണ പോലെ ഈ ഒരു പീസ് അടിച്ച് മറിച്ചെടുക്കണം. റൗണ്ട് വന്നിട്ട് 1.5 ഇഞ്ച് ഓപ്പൺ വരുന്ന രീതിയിലാണ് ഈ ഒരു നെക്ക് ചെയ്തത്. പക്ഷെ ഞാൻ നെക്കിൻ്റെ അടിഭാഗത്ത് 1.5 ഇഞ്ച് ഓപ്പണിംഗ് ആണ് കൊടുത്തത്. എനിക്ക് തല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ ഓപ്പൺ കൊടുത്തു, ഷോൾഡറിൽ ഓപ്പൺ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് ഉള്ളത് 2 ഇഞ്ച് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് തല കയറും. ഞാൻ ബാക്ക് നെക്ക് 1 ഇഞ്ചാണ് എടുത്തത്. ഫ്രണ്ടിലുള്ളത് 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് എടുത്തത്. അതുപോലെ ഈ നെക്ക് വെക്കുമ്പോൾ നമ്മൾ ഡിസൈൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. മെയിൻ ക്ലോത്തും നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ആ പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഈ ഒരു പീസ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ താഴെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് നെക്ക് ഉണ്ടാവുക. ഇനി ഈ ഒരു ഹാങ്ങിങ് ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നെക്ക് പോർഷൻ കംപ്ലീറ്റ് ആയി. ഈ ഒരു ഡിസൈനും കളർ കോമ്പിനേഷനും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കോർണർ പോർഷനിലെത്തുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ വി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡ്രസ്സിൻ്റെ ബാക്ക് പീസ് എടുത്ത് ഷോൾഡർ ടു ഷോൾഡർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലൊരു പൈപ്പിംഗ് ഉണ്ടാക്കിയിട്ട് ബാക്ക് പീസിൽ മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോൺട്രാസ്റ്റ് പൈപ്പിംഗ് ഈ ഡ്രസ്സിന് റിച്ച് ലുക്ക് തരും. ശേഷം ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് നിന്ന് മറ്റേ സ്ലീവ് വരെ ഇതുപോലൊരു പൈപ്പിംഗ് ഉണ്ടാവും. ഇനി 2 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് എടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിൽ അറ്റാച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചെടുക്കണം. മൊഡാൾ നാച്ചുറൽ ക്രേപ്പ് പോലെയുള്ള ഫ്ലോയിങ് ഫാബ്രിക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്ത് നോക്കൂ. ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.